ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നല്ല നാടൻ മത്തി കൊണ്ട് ഒരു മത്തിപ്പീരുണ്ടാക്കിയാലോ? അതും വളരെ രുചികരമായിട്ട്. മത്തി നമ്മൾ സാധാരണ വറക്കാറുണ്ട്, കറി വെക്കാറൊക്കെ ഉണ്ട്. എന്നാൽ ചെറിയ മത്തി പീര വെക്കാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. ഇത് വളരെ രുചികരമായിട്ടുള്ളൊരു മത്തിപ്പീരയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് 1 കിലോ മത്തി വെട്ടി തേച്ച് കഴുകിയെടുത്തിരിക്കുന്നതാണ്. ഞാൻ സാധാരണ ഈ ചെറിയ മത്തിയൊക്കെ വൃത്തിയാക്കുന്നത് മൺചട്ടിയിലേക്ക് കുറച്ച് ഉപ്പുകല്ലും കൂടെ ഇട്ട് ചട്ടിയിലിട്ട് തേച്ച് കഴുകിയെടുക്കുകയാണ്. പിന്നെ കുറേ പ്രാവശ്യം നമ്മൾ നല്ല വെള്ളം ഒഴിച്ച് കഴുകിയെടുത്താൽ മതി. ഇനി അത് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് അല്പം വാളംപുളിയോ അല്ലെങ്കിൽ ഇച്ചിരി വിനാഗിരിയോ ഒഴിക്കാം. അപ്പോൾ അതുകൂടി ഒഴിച്ച് കഴിയുമ്പോഴത്തേന് തേച്ച് കഴുകി അങ്ങനെ നല്ലതായിട്ട് ക്ലീനായിട്ട് കിട്ടും നമുക്ക് ഈ മത്തി. അങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത മത്തിയാണ് ഇത്. 1 കിലോ മത്തി ക്ലീൻ ചെയ്തതാണ്. ഇനി ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ എരിവിനാവശ്യമായ പച്ചമുളക്, അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുടംപുളി, പിന്നെ കറിവേപ്പില, അതുപോലെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഈ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഒരു മീഡിയം സൈസ് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2 കപ്പ് തന്നെ ഇല്ല. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒത്തിരി അരഞ്ഞു പോകരുത്. ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കാം. പച്ചമുളക് അരിഞ്ഞത് അവിടെ ചേർക്കാം. ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി അവിടെ ചേർക്കാം. പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി, ഇത് നല്ലതുപോലെ കഴുകിയെടുത്തതാണ്. ഇനി നമുക്ക് അരപ്പും കൊണ്ട് ഇതിലേക്ക് ചേർക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളമോട് ഒഴിക്കാം. ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടുപ്പ് വെച്ച് വേവിച്ചെടുക്കാം. ഒരല്പം വെള്ളം കൂടെ ഒഴിക്കാം, വെന്ത് വരണമല്ലോ. കുറച്ച് കറിവേപ്പില കൂടെ ഇടാം. നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ടാൽ മതി. നോക്കട്ടെ, വറ്റൽമുളക് ചേർക്കാൻ. തീ കുറച്ച് വെക്കണം, ഇനി അല്ലെ പെട്ടെന്ന് കരിഞ്ഞു പോകും.
കുറച്ച് കറിവേപ്പിലയും കൂടെ. അവിടെ പീരയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മത്തിച്ചീരയൊക്കെ വെന്ത് റെഡിയായിട്ടിരിക്കുകയാണ്.